ആലപ്പുഴ വള്ളികുന്നത്ത് 1.5 ഏക്കറിൽ ടൺ കണക്കിന് ഈ മാലിന്യം തള്ളി. സംഭവം നടന്ന് 3 മാസം പിന്നിട്ടിട്ട് പ്രതികളെ പിടികൂടിയെങ്കിലും ആ മാലിന്യം മറവ് ചെയ്യാത്തത് അല്ലെങ്കിൽ നീക്കം ചെയ്യാത്തത് ഇപ്പോഴും അവിടെ പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. ജനവാസ മേഖലയിൽ തള്ളിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യ സംസ്കരണത്തിൽ കേരളം നേരിട്ട പ്രധാന വെല്ലുവിളി ഈ മാലിന്യങ്ങളായിരുന്നു. ഒടുവിൽ സർക്കാർ തന്നെ പരിഹാരം കണ്ടെത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ക്ലീൻ കേരളയുടെയും ഒക്കെ സഹകരണത്തോടെ ഒരു ജനകീയ പദ്ധതി അത് വൻ വിജയമായി തീരുകയും ചെയ്തു. അതിനിടെയാണ് ആലപ്പുഴയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അനധികൃതമായി ടൺ കണക്കിന് ഈ മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. പാവുമ്പ സ്വദേശിയായ ഹരികുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളികുന്നത്തെ 1.5 ഏക്കർ സ്ഥലം. ഈ സ്ഥലത്താണ് ടൺ കണക്കിന് ഈ മാലിന്യം തള്ളിയത്. പിന്നിലാരെന്ന അന്വേഷണം നാട്ടുകാരുൾപ്പെടെ നടത്തി. ആരെയും കണ്ടെത്താനായില്ല. ഒഴിഞ്ഞുകിടന്ന പറമ്പായിരുന്നതിനാൽ അധികമാരും ശ്രദ്ധിച്ചുമില്ല. ഒടുവിൽ പഞ്ചായത്ത് പോലീസിൽ പരാതി നൽകി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വാഹനം തിരിച്ചറിഞ്ഞ പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. സ്ഥലമുടമയുടെ അറിവോടെ മാലിന്യം തള്ളിയതായാണ് പഞ്ചായത്തിന്റെ സംശയം. പഞ്ചായത്ത് അവരുടെ പേരിൽ പെറ്റി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതും അവർ അടയ്ക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ അറിവോട് കൂടിയാണ് അവരുടെ വസ്തുവിലേക്ക് ഈ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത് എന്നാണ് പഞ്ചായത്ത് വിശ്വസിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി. എങ്ങനെയാണ് ആളൊഴിഞ്ഞ സ്ഥലത്ത് യാതൊരു അനുമതിയുമില്ലാതെ ടൺ കണക്കിന് ഈ മാലിന്യം തള്ളിയതെന്ന് ചോദ്യം ചെന്നെത്തിയത് വൻകിട കമ്പനികളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്ന സ്വകാര്യ ഡീലറിലേക്കാണ്. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് തൊഴിലാളികൾ മാലിന്യം ഹരികുമാറിന്റെ സ്ഥലത്ത് തള്ളിയത്. ഡീലർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്ഥല ഉടമ ഹരികുമാറിനെതിരെ പഞ്ചായത്ത് പിഴ ചുമത്തുകയും ചെയ്തു. പക്ഷേ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. കേസെടുത്ത് മാസങ്ങൾ പിന്നിട്ടെങ്കിലും മാലിന്യങ്ങൾ ഇപ്പോഴും അതേപടി തുടരുകയാണ്. നീക്കം ചെയ്താലും സംസ്കരിക്കാൻ ഇടമില്ലെന്നാണ് പോലീസിന്റെ മറുപടി. മഴ പെയ്യുമ്പോൾ പറമ്പിൽ നിറയുന്ന വെള്ളം കവിഞ്ഞൊഴുകി നീരുറവകളായി സമീപ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിലേക്കാണ് എത്തുന്നത്. പതിയിരിക്കുന്നത് വൻ അപകടം. ഈ മാലിന്യം തള്ളിയ കേസിലെ പ്രതികൾ സ്വയം അവ മാറ്റണമെന്ന വ്യവസ്ഥയുടെ പുറത്താണ് കോടതി ജാമ്യം അനുവദിച്ചത്. പേരിന് 2 ലോഡ് മാലിന്യം മാറ്റിയതല്ലാതെ കാര്യമായി ഒന്നും സംഭവിച്ചില്ല. ഒടുവിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഈ മാലിന്യം ഗുണകരമായി സംസ്കരിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. അതേ ആലപ്പുഴയിൽ തന്നെയാണ് ആരാന്റെ പറമ്പിൽ കിടക്കുന്ന ഈ മാലിന്യം മാസങ്ങളായിട്ടും ഒരനക്കവുമില്ലാതെ അതേപടി തുടരുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.